അടുത്തത് കുത്താളി. പകർച്ചവ്യാധികളെയും എയ്ഡ്സിനെയും പ്രതിരോധിക്കാൻ കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആയുർദളം പദ്ധതി നടപ്പിലാക്കിയ പഞ്ചായത്താണ് കുത്താളി. കുത്താളി എന്താണ്? ആയുർദളം പദ്ധതി. പകർച്ചവ്യാധികളെയും എയ്ഡ്സിനെയും പ്രതിരോധിക്കാനുള്ള ഒരു പദ്ധതിയാണ്. നടപ്പിലാക്കിയത് എവിടെയാണ്? കുത്താളിയിലാണ് ആയുർദളം പദ്ധതി നടപ്പിലാക്കിയത്. ഓക്കെ. അടുത്തത് സിൽവർ ഹിൽ. സിൽവർ ഹില്ല് കോഴിക്കോട് ജില്ലയുടെ ആസ്ഥാനം എന്നറിയപ്പെടുന്നു. സിൽവർ ഹില്ലിന്റെ പഴയ പേര് സിൽവർ എന്ന് പറഞ്ഞാൽ വെള്ളി, വെള്ളിമാട് കുന്ന് എന്നായിരുന്നു പേര്. പിന്നെ വെളിമാട് കുന്ന് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിൽവർ ഹിൽ ആണ്. അപ്പോൾ കോഴിക്കോട് ജില്ലയുടെ ആസ്ഥാനമായിട്ട് അറിയപ്പെടുന്നു. പഴയ പേരെന്താണ്? വെള്ളിമാട് കുന്ന്. ഓക്കെ. താമരശ്ശേരി ചുരം നമ്മൾ പറഞ്ഞതാണ്. മൈസൂരിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന ചുരം. ഈ താമരശ്ശേരി ചുരം ശരിക്കും കോഴിക്കോടാണ്. കോഴിക്കോടിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ചോദിച്ചാൽ താമരശ്ശേരി ചുരം. ഞാൻ കൂടുതൽ പറയണില്ല, നമ്മൾ വയനാട്ടിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ. നെക്സ്റ്റ് പേരാമ്പ്ര. സുഭിക്ഷ എന്ന പേരിൽ സ്വയം തൊഴിൽ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ പഞ്ചായത്താണ് പേരാമ്പ്ര. സുഭിക്ഷ എന്ന പേരിൽ സ്വയം തൊഴിൽ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ പഞ്ചായത്താണ് പേരാമ്പ്ര. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു കുത്താളി ആയുർദളം പദ്ധതി നടപ്പിലാക്കിയ പഞ്ചായത്ത്. സിൽവർ ഹില്ല് പഴയ പേര് വെള്ളിമാട് കുന്നാണ്, കോഴിക്കോട്ടെ ആസ്ഥാനമായിട്ട് അറിയപ്പെടുന്നു. അടുത്തത് താമരശ്ശേരി ചുരം വയനാടിനെയും കോഴിക്കോടിനെയും ബന്ധിപ്പിക്കുന്നു. സുഭിക്ഷ എന്ന പേരിൽ സ്വയം തൊഴിൽ പദ്ധതി നടപ്പിലാക്കിയ പഞ്ചായത്താണ് ഇത് പേരാമ്പ്ര. ഓക്കെ. നെക്സ്റ്റ് വെള്ളാരിമല. ഇത് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാട് പഞ്ചായത്തിലും വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്നതാണ്. കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി പഞ്ചായത്തിലും വയനാട് ജില്ലയിലെ മേപ്പാടിയിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്നതാണ് വെള്ളാരിമല. ഈ വെള്ളാരിമല ക്യാമൽസ് ഹംപ് മൗണ്ടെയ്ൻസ് എന്നറിയപ്പെടുന്നു. ക്യാമൽസ് ഹംപ് മൗണ്ടെയ്ൻസ് എന്നറിയപ്പെടുന്നത് വെള്ളാരിമലയാണ്. വെള്ളാരിമലയെ നീലഗിരിയിൽ നിന്ന് വേർതിരിക്കുന്ന താഴ്വരയാണ് ചാലിയാർ. വെള്ളാരിമലയെ നീലഗിരിയിൽ നിന്ന് വേർതിരിക്കുന്ന താഴ്വരയാണ് ചാലിയാർ. വെള്ളാരിമല വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കാഞ്ഞിരപ്പുഴയിലാണ്. വെള്ളാരിമലയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന പുഴയാണ് ഇരുവഞ്ചിപ്പുഴ അല്ലെങ്കിൽ ഇരുവഴിഞ്ഞിപ്പുഴ. നേരത്തെ പറഞ്ഞ നാടൻ പ്രേമ എന്ന നോവൽ ഇരുവഴിഞ്ഞിപ്പുഴ എസ്.കെ. പൊറ്റക്കാടിന്റെ. അപ്പൊ വെള്ളാരിമലയിൽ നിന്ന് ഉദ്ഭവിക്കുന്നത് ഇരുവഞ്ചിപ്പുഴ. വെള്ളാരിമല വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കാഞ്ഞിരപ്പുഴ. വെള്ളാരിമല കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാട് പഞ്ചായത്തിലും വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ആണ്. ഇത് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ക്യാമൽസ് ഹംപ് മൗണ്ടെയ്ൻസ് എന്നറിയപ്പെടുന്നു. വെള്ളാരിമലയെ നീലഗിരിയിൽ നിന്ന് വേർതിരിക്കുന്ന താഴ്വരയാണ് ചാലിയാർ. വെള്ളാരിമലയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദിയാണ് ഇരുവഴിഞ്ഞിപ്പുഴ അല്ലെങ്കിൽ ഇരുവഞ്ചിപ്പുഴ. വെള്ളാരിമല വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കാഞ്ഞിരപ്പുഴ. മനസ്സിലായോ? ക്യാമൽസ് ഹംപ് മൗണ്ടെയ്ൻസ് എന്നറിയപ്പെടുന്നത് വെള്ളാരിമലയാണ്. വെള്ളാരിമലയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ഇരുവഞ്ചിപ്പുഴ, വെള്ളാരിമല വെള്ളച്ചാട്ടം കാഞ്ഞിരപ്പുഴ, വെള്ളാരിമലയെ നീലഗിരിയിൽ നിന്ന് വേർതിരിക്കുന്ന താഴ്വര ഏതാണ്? ചാലിയാർ. ഓക്കെ. തലയാട്ടുകാർ എന്ന് പറഞ്ഞൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. കോഴിക്കോട് ജില്ലയിലെ തലയാട് ഗ്രാമം പുറത്തിറക്കിയ ഒരു മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് തലയാട്ടുകാർ. ബസ് സമയം മുതൽ ഗ്രാമവാസികളുടെ നിത്യജീവിത വിവരങ്ങൾ അവരടങ്ങിയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അത്രയേ ഉള്ളൂ കേട്ടോ. തലയാട്ടുകാർ എന്ന് പറഞ്ഞൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. ബസ് സമയം മുതൽ കോഴിക്കോട് ജില്ലയിലെ തലയാട് ഗ്രാമം പുറത്തിറക്കിയ ഒരു ആപ്പാണത്. അത് ബസ് സമയം മുതൽ ഗ്രാമവാസികളുടെ നിത്യജീവിത വിവരങ്ങൾ വരെ അടങ്ങിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. തളിക്ഷേത്രം കോഴിക്കോട് സാമൂതിരിയായ സ്വാമി തിരുമുൽപ്പാടാണ് പണി കഴിപ്പിച്ചത്. കോഴിക്കോട് സാമൂതിരിയായ സ്വാമി തിരുമുൽപ്പാടാണ് തളിക്ഷേത്രം പണി കഴിപ്പിച്ചത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുള്ള പോയിന്റ്. പണ്ഡിതന്മാരുടെ വിദ്വൽ സദസ്സായ രേവതി പട്ടത്താനം അരങ്ങേറിയിരുന്ന ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചു. അപ്പൊ പണ്ഡിതന്മാരുടെ വിദ്വൽ സദസ്സ് അറിയപ്പെടുന്ന പേരെന്താണ്? രേവതി പട്ടത്താനം. അത് അരങ്ങേറിയിരുന്ന ക്ഷേത്രം ഏതാണ്? തളിക്ഷേത്രമാണ്. ഓക്കെ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പണ്ഡിതന്മാരുടെ വിദ്വൽ സദസ്സായ രേവതി പട്ടത്താനം അരങ്ങേറിയിരുന്ന ക്ഷേത്രം തളിക്ഷേത്രമാണ്. ഈ തളിക്ഷേത്രത്തില് പണ്ഡിതന്മാരെ വിജയിക്കുന്നവർക്ക് നൽകുന്ന ഒരു സ്ഥാനമുണ്ട്. വിജയിക്കുന്നവർക്ക് നൽകുന്ന സ്ഥാനം ഭട്ട് സ്ഥാനം. അപ്പൊ രേവതി പട്ടത്താനം എന്താണ്? പണ്ഡിതന്മാരുടെ വിദ്വൽ സദസ്സ് അറിയപ്പെടുന്നതാണ് രേവതി പട്ടത്താനം. ഇതിൽ വിജയിക്കുന്നവർക്ക് നൽകുന്ന സ്ഥാനം എന്താണ്? ഭട്ട് സ്ഥാനം. തളിക്ഷേത്ര സമരം നടന്ന വർഷം 1917 അത് നയിച്ചത് സി കൃഷ്ണനാണ് നയിച്ചത്. അപ്പൊ തളിക്ഷേത്ര സമരം 1917 അത് നയിച്ചതാരാണ്? സി കൃഷ്ണൻ. അവിടെ ഇത്രയും പഠിക്കാനുള്ളൂ. തളിക്ഷേത്രം സ്വാമി തിരുമുൽപ്പാട് പണി കഴിപ്പിച്ചു. പണ്ഡിതന്മാരുടെ വിദ്വൽ സദസ്സായ രേവതി പട്ടത്താനം അരങ്ങേറിയ ക്ഷേത്രമാണ് തളിക്ഷേത്രം. അതിൽ വിജയിക്കുന്നവർക്ക് നൽകുന്ന സ്ഥാനം ഭട്ട് സ്ഥാനം. തളിക്ഷേത്ര സമരം നടന്ന വർഷം ഏതാണ്? 1917. ആരായിരുന്നു ലീഡർ? സി കൃഷ്ണൻ. അടുത്തത് കരിപ്പൂർ വിമാനത്താവളം എവിടെയാണ്? എല്ലാവരും കേട്ട് ഇപ്പോ ഈ അടുത്തായിട്ട് വലിയൊരു ട്രാജഡി, ഒരിക്കലും എന്താ പറയാ മറക്കാൻ കഴിയാത്തൊരു ട്രാജഡി അല്ലേ? വിമാന ദുരന്തം ഉണ്ടായത് കരിപ്പൂർ വിമാനത്താവളത്തിലാണ്. ഇത്രയും വലിയൊരു ട്രാജഡി ഉണ്ടായത്. അത് എവിടെയാണ് കരിപ്പൂർ വിമാനത്താവളം? കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളം എന്ന് പറയുന്നത് മലപ്പുറത്താണ് കേട്ടോ. അത് ഒരു പോയിന്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ
കരിപ്പൂർ വിമാനത്താവളത്തെ കൊണ്ടുവന്നത്. അപ്പോൾ കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളം മലപ്പുറത്താണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കോഴിക്കോട് യൂണിവേഴ്സിറ്റി എവിടെയാണ്? മലപ്പുറത്ത് തന്നെയാണ്, തേഞ്ഞിപ്പാലം. കോഴിക്കോട് യൂണിവേഴ്സിറ്റി എവിടെയാണ്? തേഞ്ഞിപ്പാലം, മലപ്പുറം. യെസ്. അടുത്തത് ബ്രിട്ടീഷ് മലബാറിലെ ആദ്യ കളക്ടർ. മലബാറൊക്കെ പറഞ്ഞതുകൊണ്ട് പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ പറയുന്നതാണ്. ബ്രിട്ടീഷ് മലബാറിലെ ആദ്യ കളക്ടർ വില്യം മക്ലിയോഡ്. വില്യം മക്ലിയോഡ്. ബ്രിട്ടീഷ് മലബാറിലെ ആദ്യ കളക്ടർ വില്യം മക്ലിയോഡ്. മാപ്പിള ലഹളയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് മലബാർ കളക്ടറാണ് മാപ്പിള ലഹള അടിച്ചമർത്തിയ ബ്രിട്ടീഷ് മലബാർ കളക്ടറാണ് HV കനോലി. ബ്രിട്ടീഷ് മലബാറിലെ ആദ്യ കളക്ടർ വില്യം മക്ലിയോഡ്. മാപ്പിള ലഹളയെ അടിച്ചമർത്തിയ മലബാർ കളക്ടർ ആരാണ്? HV കനോലി. HV കനോലി. ഉറുമി പദ്ധതി, ചെമ്പുകടവ് പദ്ധതി എന്നിവ കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ് ആണ്. ഇതിന് സഹായം നൽകുന്ന വിദേശ രാജ്യം ചൈന. ഉറുമി പദ്ധതി, ചെമ്പുകടവ് പദ്ധതി എന്നിവയ്ക്ക് സഹായം നൽകുന്ന വിദേശ രാജ്യം ഏതാണ്? ചൈന. ഇമ്പോർട്ടന്റ് ആണ്, PSC ചോദിച്ചിട്ടുള്ളതാണ്. ഉറുമി പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം ഏതാണ്? ചൈന. ചെമ്പുകടവ് പദ്ധതിക്കും ചൈന തന്നെ. ഓക്കെ. അപ്പൊ കരിപ്പൂർ വിമാനത്താവളം മലപ്പുറത്താണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേഞ്ഞിപ്പാലം മലപ്പുറത്താണ്. ബ്രിട്ടീഷ് മലബാറിലെ ആദ്യത്തെ കളക്ടർ HV കനോലി. മാപ്പിള ലഹളയെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് മലബാർ ആദ്യത്തെ കളക്ടർ വില്യം മക്ലിയോഡ്. മാപ്പിള ലഹളയെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് മലബാർ കളക്ടർ HV കനോലി. ബ്രിട്ടീഷ് മലബാറിന്റെ ആദ്യ കളക്ടർ വില്യം മക്ലിയോഡ്. മാപ്പിള ലഹളയെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് മലബാർ കളക്ടറാണ് HV കനോലി. ഉറുമി പദ്ധതി, ചെമ്പുകടവ് പദ്ധതി എന്നിവയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ്? ചൈന. ദക്ഷിണേന്ത്യയിലെ ആദ്യ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സര വേദി തുഷാരഗിരിയാണ്. തുഷാരഗിരി വാട്ടർഫോളാണ്. കയാക്കിംഗ് മത്സരം പറഞ്ഞു തുടക്കത്തിൽ 2017-ലെയും 18-ലെയും കയാക്കിംഗ് മത്സര വേദി എന്നൊക്കെ പറഞ്ഞില്ലേ, അതെവിടെയാണ്? തുഷാരഗിരി വാട്ടർഫോൾ ആണ് കോഴിക്കോട്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സര വേദി എവിടെയാണ്? തുഷാരഗിരി വാട്ടർഫോൾ ആണ്. അത് ചാലിപ്പുഴയിലാണ്. തുഷാരഗിരി എവിടെയാണ്? ഏത് പുഴയിലാണ്? ചാലിപ്പുഴയിലാണ്. കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു മത്സ്യബന്ധന തുറമുഖമാണ് പുതിയാപ്പ. നമ്മൾ മറ്റൊരു മത്സ്യബന്ധന തുറമുഖം പറഞ്ഞിരുന്നത് ബേപ്പൂർ. വേറൊരു തുറമുഖം ഉണ്ട്, ഏതാണ്? പുതിയാപ്പ മത്സ്യബന്ധന തുറമുഖം ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. നല്ലളം ഡീസൽ പവർ പ്ലാന്റ്. കേരളത്തിലെ 2ാമത്തെ ഡീസൽ പവർ പ്ലാന്റ് ആണ് നല്ലളം. 1ാമത്തെ ബ്രഹ്മപുരം, കൊച്ചി. 2ാമത്തെയാണ് നല്ലളം ഡീസൽ പവർ പ്ലാന്റ്. ബ്രഹ്മപുരം അടയ്ക്കാൻ പോവാന്നൊക്കെ പറഞ്ഞ ന്യൂസിലൊക്കെ കണ്ടിരുന്നു. കേരളത്തിലെ 2ാമത്തെ ഡീസൽ പവർ പ്ലാന്റ് നല്ലളം. 1ാമത്തെ ബ്രഹ്മപുരമാണ്. കൊച്ചിയിലും നല്ലളം, കോഴിക്കോട്. ഏഷ്യയിലെ 2ാമത്തെ വലിയ ഡീസൽ പവർ പ്ലാന്റ് ആണ് നല്ലളം കേട്ടോ. കേരളത്തിലെ 2ാമത്തെ ഡീസൽ പവർ പ്ലാന്റ് ആയ നല്ലളം ഏഷ്യയിലെ 2ാമത്തെ വലിയ ഡീസൽ പവർ പ്ലാന്റ് ആണ്. ഓർത്തു വയ്ക്കാം. കോഴിക്കോട് റേഡിയോ നിലയം സ്ഥാപിതമായത് 1950-ലാണ്. ആണ് തുടക്കത്തിൽ പറഞ്ഞത് 2ാമത്തെ റേഡിയോ നിലയം എന്നും 2ാമത്തെ കോർപ്പറേഷൻ ഒക്കെ സ്ഥാപിതമായത് 1950-ലാണ്. മുതലക്കുളം സ്റ്റേഡിയം കോഴിക്കോട്. ഗാന്ധിജി കേരളത്തിൽ ആദ്യമായി പ്രസംഗിച്ചത് മുതലക്കുളം സ്റ്റേഡിയത്തിലാണ്. ഗാന്ധിജി ആദ്യമായി പ്രസംഗിച്ചത് എവിടെയാണ്? മുതലക്കുളം സ്റ്റേഡിയം, കോഴിക്കോട്. ഒഞ്ചിയം. TP ചന്ദ്രശേഖരൻ വധം കേട്ടിട്ടുണ്ടോ? വളരെ അധികം വാർത്താ പ്രാധാന്യം നേടിയിട്ടുള്ളൊരു കേസാണ് TP ചന്ദ്രശേഖരൻ വധം. ഇത് നടന്നത് ഒഞ്ചിയത്താണ്. കോഴിക്കോട് ജില്ലയിലെ ഒഞ്ചിയം എന്ന സ്ഥലത്താണ് TP ചന്ദ്രശേഖരൻ വധം നടന്നത്. ഓർക്കാത്തേരി. കോഴിക്കോട് ജില്ലയിൽ കന്നുകാലി മേളയ്ക്ക് പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് ഓർക്കാത്തേരി. കോഴിക്കോട് ജില്ലയിൽ കന്നുകാലി മേളയ്ക്ക് പ്രസിദ്ധമായിട്ടുള്ള സ്ഥലം ഓർക്കാത്തേരി. TP ചന്ദ്രശേഖരൻ വധം നടന്ന സ്ഥലം ഏതാണ്? ഒഞ്ചിയം. ഗാന്ധിജി കേരളത്തിൽ ആദ്യമായി പ്രസംഗിച്ചത് മുതലക്കുളം സ്റ്റേഡിയം. കോഴിക്കോട് റേഡിയോ നിലയം സ്ഥാപിതമായത് 1950-ലാണ്. നല്ലളം ഡീസൽ പവർ പ്ലാന്റ് കേരളത്തിലെ 2ാമത്തെ ഡീസൽ പവർ പ്ലാന്റ് ആണ്. ഏഷ്യയിലെ 2ാമത്തെ വലിയ ഡീസൽ പവർ പ്ലാന്റുമാണ്. പുതിയാപ്പ മത്സ്യബന്ധന തുറമുഖം ഇത് കോഴിക്കോട് ജില്ലയിലാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരവേദി തുഷാരഗിരി, അത് ചാലിപ്പുഴയിലാണ്. ഉറുമി പദ്ധതി, ചെമ്പുകടവ് പദ്ധതി എന്നിവയ്ക്ക് സഹായം നൽകിയ വിദേശ രാജ്യം ഏതാണ്? ചൈന. മാപ്പിള ലഹളയെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് മലബാർ കളക്ടർ HV കനോലി. ബ്രിട്ടീഷ് മലബാറിലെ ആദ്യത്തെ കളക്ടർ ആരായിരുന്നു? അത് വില്യം മക്ലിയോഡ്. ദെൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേഞ്ഞിപ്പാലം, മലപ്പുറം. കരിപ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ്? മലപ്പുറത്താണ്. കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ട് എവിടെയാണ്? മലപ്പുറത്താണ്. ഇനി നമ്മളിവിടെ എന്തൊക്കെ പറഞ്ഞു? കുത്താളി ആയുർദളം പദ്ധതി നടപ്പിലാക്കിയ ആദ്യ പഞ്ചായത്ത്. എന്തിനു വേണ്ടിയിട്ട്? പകർച്ചവ്യാധികളെയും എയ്ഡ്സിനെയും പ്രതിരോധിക്കാൻ. നെക്സ്റ്റ് സിൽവർ ഹിൽ, പഴയ പേര് വെള്ളിമാട് കുന്ന്, കോഴിക്കോട് ജില്ലയുടെ ആസ്ഥാനം. താമരശ്ശേരി ചുരം കോഴിക്കോടിനെയും വയനാടിനെയും കണക്ട് ചെയ്യുന്നു. പേരാമ്പ്ര സുഭിക്ഷ എന്ന പേരിൽ സ്വയം തൊഴിൽ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ പഞ്ചായത്ത്. വെള്ളാരിമല കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാട് പഞ്ചായത്തിലും വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തുമായി വ്യാപിച്ചു കിടക്കുന്നു. ക്യാമൽസ് ഹംപ് മൗണ്ടൻസ് എന്നറിയപ്പെടുന്നു. വെള്ളാരിമലയിൽ നീലഗിരിയിൽ നിന്ന് വേർതിരിക്കുന്ന താഴ്വര ചാലിയാർ. വെള്ളാരിമലയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദി ഇരുവഞ്ചിപ്പുഴ. വെള്ളാരിമല വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കാഞ്ഞിരപ്പുഴയിൽ. തലയാട്ടുകാർ എന്ന് പറഞ്ഞൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. തലയാടുന്ന ഗ്രാമപ്രദേശം മൊബൈൽ ആപ്ലിക്കേഷനാണ്. തളിക്ഷേത്രം സ്വാമി തിരുമുൽപ്പാട് പണി കഴിപ്പിച്ചു. പണ്ഡിതന്മാരുടെ വിദ്യുത് സദസ്സായ രേവതി പട്ടത്താനം അരങ്ങേറിയിരുന്ന ക്ഷേത്രമാണ് തളിക്ഷേത്രം. അതിൽ
ജനിക്കുന്നവർക്ക് നൽകുന്ന സ്ഥാനം ഭട്ടസ്ഥാനം. 1917 തളിക്ഷേത്ര സമരം നയിച്ചത് സി കൃഷ്ണൻ. കരിപ്പൂർ വിമാനത്താവളം മലപ്പുറം. കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളം മലപ്പുറത്താണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം തേഞ്ഞിപ്പാലം മലപ്പുറം. ബ്രിട്ടീഷ് മലബാറിലെ ആദ്യത്തെ കളക്ടർ വില്യം മക്ലിയോഡ്. മാപ്പിള ലഹളയെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് മലബാർ കളക്ടർ HV കനോലി. ഉറുമി ചെമ്പുകടവ് പദ്ധതികൾക്ക് സഹായം നൽകിയ വിദേശ രാജ്യം ചൈന. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സ്യരീതി തുഷാരഗിരി ചാലിപ്പുഴയില. പുതിയാപ്പ ഒരു മത്സ്യബന്ധന തുറമുഖമാണ് കോഴിക്കോട് ജില്ലയിലെ. നല്ലളം കേരളത്തിലെ രണ്ടാമത്തെ ഡീസൽ പവർ പ്ലാന്റ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ്. ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ ഡീസൽ പവർ പ്ലാന്റ്. കോഴിക്കോട് റേഡിയോ നിലയം സ്ഥാപിതമായത് 1950 മുതിരക്കുളം സ്റ്റേഡിയം കോഴിക്കോട്. അവിടെയാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ പ്രസംഗിച്ചത്. ഒഞ്ചിയം TP ചന്ദ്രശേഖരൻ വധം നടന്ന സ്ഥലം. ഓർക്കാത്തേരി കന്നുകാലി മേളയ്ക്ക് പ്രസിദ്ധമായിട്ടുള്ള കോഴിക്കോട് ജില്ലയിലെ പ്രദേശം. ഇനി അടുത്ത പോയിന്റുകൾ നോക്കാം. 1934 ഹരിജൻ ഫണ്ടിലേക്കായിട്ട് തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ ഗാന്ധിജിക്ക് ഒരുക്കൊടുത്ത ഒരു വ്യക്തിയുണ്ട്. അവരുടെ പേര് കൗമുദി ടീച്ചർ എന്നാണ്. 1934 ഹരിജൻ ഫണ്ടിലേക്കായി തൻ്റെ ആഭരണങ്ങൾ ഒരുക്കൊടുത്തത് കൗമുദി ടീച്ചർ. 34 ഹരിജൻ ഫണ്ടിന് വേണ്ടിയിട്ടാണ് ഗാന്ധിജി കേരളത്തിൽ വന്നപ്പോൾ. നമ്മൾ മുൻപ് പോയിന്റുകൾ പയ്യന്നൂരൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. 20, 25, 27, 34, 37 ഈ വർഷങ്ങളാണ് ഗാന്ധിജി കേരളത്തിൽ വന്നത്. 34 വന്നത് എന്തിനാ? ഹരിജൻ ഫണ്ട് പിരിക്കുന്നതിനാണ്. ഈ സമയത്ത് ഈ ഫണ്ടിലേക്കായിട്ട് സ്വന്തം ആഭരണങ്ങൾ ഒരുക്കൊടുത്ത വ്യക്തിയാണ് കൗമുദി ടീച്ചർ. ഗാന്ധിജി ഹരിജൻ എന്ന തന്റെ പത്രത്തിൽ കൗമുദി ടീച്ചറെ കുറിച്ച് എഴുതിയ ലേഖനമാണ് കൗമുദി കി ത്യാഗ്. ഗാന്ധിജി ഹരിജൻ എന്ന തന്റെ പത്രത്തിൽ കൗമുദി ടീച്ചറെ കുറിച്ച് എഴുതിയ ലേഖനം എന്നാണ് കൗമുദി കി ത്യാഗ്. 1934 ഹരിജൻ ഫണ്ടിലേക്കായിട്ട് തന്റെ സ്വർണ്ണാഭരണങ്ങൾ ഒരുക്കൊടുത്തത് കൗമുദി ടീച്ചറാണ്. അവരെ കുറിച്ച് ഗാന്ധിജി എഴുതിയ ലേഖനം എന്നാണ് കൗമുദി കി ത്യാഗ്. കോഴിക്കോട് ജില്ലയുമായി ബന്ധപ്പെട്ട വ്യക്തികളായതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് ഇവിടേക്ക്. കൗമുദി കി ത്യാഗ്. ഗാന്ധിജി ഏത് പത്രത്തിൽ എഴുതി? ഹരിജൻ എന്ന തന്റെ പത്രത്തിലാണ് കൗമുദി ടീച്ചറെ കുറിച്ച് ലേഖനം എഴുതിയത്. എന്താ പേര് ലേഖനത്തിന്? കൗമുദി കി ത്യാഗ്. വില്യം ലോഗന്റെ മലബാർ മാനുവൽ. വില്യം ലോഗനെ കുറിച്ചൊക്കെ പഠിക്കും. മലബാർ വാട്ടർ നമ്മൾ പഠിക്കും. വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പരാമർശിച്ചിട്ടുള്ള കോഴിക്കോട് ജില്ലയിലെ പുഴയാണ് കോരപ്പുഴ. നമ്മൾ കോഴിക്കോട് ജില്ലയിലെ പുഴയെ കുറിച്ച് പറയുന്നത് PSC ചോദിച്ചിട്ടുള്ള പോയിന്റാണ്. മലബാർ മാനുവൽ എഴുതിയ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റാണ്. വില്യം ലോഗനാണ് മലബാർ മാനുവൽ എഴുതിയത്. 1887 പ്രസിദ്ധീകരിച്ചത്. വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പരാമർശിച്ചിട്ടുള്ള പുഴ ഏതാണ്? കോരപ്പുഴയാണ്. കോഴിക്കോട് ജില്ലയിലെ പുഴകൾ നമ്മൾ പറയാം. അത് ഇപ്പോൾ കോരപ്പുഴ നോട്ട് ചെയ്ത് വെക്കുക. വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പരാമർശിച്ചിട്ടുള്ള പുഴ ഏതാണ്? കോരപ്പുഴ. ഓക്കെ. മലബാർ മാനുവൽ പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ്? 1887. വളരെ ഇമ്പോർട്ടന്റ് ആണ് മലബാർ മാനുവൽ. OV വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പരാമർശിച്ചിട്ടുള്ള പുഴയാണ് തൂതപ്പുഴ. അത് പാലക്കാടാണ്. ഞാൻ ആ പുഴകളിൽ നിന്ന് അടുത്തേക്ക് കൊണ്ടുവന്നതാണ്. OV വിജയന്റെ ഗുരുസാഗരം എന്ന നോവലിൽ പരാമർശിച്ചിട്ടുള്ള പുഴ തൂതപ്പുഴ. അത് പാലക്കാട്. അരുന്ധതി റോയ് ബുക്കർ സമ്മാനത്തിന് അർഹയായ വ്യക്തി. അവർക്ക് ബുക്കർ സമ്മാനം നേടിക്കൊടുത്ത കൃതിയാണ് ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ പരാമർശിച്ചിട്ടുള്ളതാണ് മീനച്ചിലാർ കോട്ടയം. അപ്പൊ അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ പരാമർശിച്ചിട്ടുള്ള പുഴ ഏതാണ്? കോട്ടയം ജില്ലയിലെ മീനച്ചിലാർ. OV വിജയന്റെ ഗുരുസാഗരത്തിലോ തൂതപ്പുഴ പാലക്കാട്. വില്യം ലോഗന്റെ മലബാർ മാനുവലിലോ കോരപ്പുഴ. നേരത്തെ പറഞ്ഞ SK പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന നോവലിലോ ഇരുവഴിഞ്ഞിപ്പുഴ കേട്ടോ. SK പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന നോവലിൽ ഇരുവഴിഞ്ഞിപ്പുഴ. OV വിജയന്റെ ഗുരുസാഗരം എന്ന നോവലിൽ തൂതപ്പുഴ പാലക്കാട്. അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിലേതാണ്? മീനച്ചിലാർ കോട്ടയം. വില്യം ലോഗന്റെ മലബാർ മാനുവലിലെ കോരപ്പുഴ കോഴിക്കോട്. ഓക്കെ. ഇന്ദുലേഖ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ പഠിച്ചില്ല നമ്മള്. മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവലായി ഇന്ദുലേഖ അച്ചടിച്ച പ്രസ് സ്പെക്ടേറ്റർ പ്രസ് കോഴിക്കോടാണ്. സ്പെക്ടേറ്റർ പ്രസ് കോഴിക്കോടാണ് ഇന്ദുലേഖ അച്ചടിച്ച പ്രസ്. 1889 അച്ചടിച്ചത്. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായി ഇന്ദുലേഖ അച്ചടിച്ച പ്രസ് ഏതാണ്? സ്പെക്ടേറ്റർ പ്രസ് കോഴിക്കോട്. നെക്സ്റ്റ് സ്വതന്ത്ര ഭാരതം. സ്വതന്ത്ര ഭാരതം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കീഴരിയൂർ ബോംബ് കേസ് പഠിച്ചപ്പോൾ ഈ പോയിന്റ് പഠിച്ചിട്ടുണ്ട്. ക്വിറ്റ് ഇന്ത്യ സമരാനുകൂലികൾ കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിച്ച രഹസ്യ പത്രിക അറിയപ്പെടുന്ന പേരാണ് സ്വതന്ത്ര ഭാരതം. വീണ്ടും ഞാൻ പറയുകയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കാണുമ്പോൾ അത് നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ കോഴിക്കോടുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ. അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരാനുകൂലികൾ കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരിച്ച രഹസ്യ പത്രികയുടെ പേരെന്താണ്? സ്വതന്ത്ര ഭാരതം. കേളപ്പൻ മ്യൂസിയം. കേരള ഗാന്ധി കേളപ്പൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ പാക്കനാർപുരത്താണ്. കേരള ഗാന്ധി കേളപ്പൻ മ്യൂസിയം പാക്കനാർപുരം കോഴിക്കോട്. സ്വതന്ത്ര ഭാരതം എന്താണ്? ക്വിറ്റ് ഇന്ത്യ സമരാനുകൂലികൾ കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിച്ച രഹസ്യ പത്രികയാണ് സ്വതന്ത്ര ഭാരതം. മലബാറിന്റെ ഊട്ടി. കുറെ ഊട്ടികൾ നമ്മൾ പഠിച്ചില്ലേ? കേരളത്തിന്റെ ഊട്ടി, പാവങ്ങളുടെ ഊട്ടി, തെക്കൻ കേരളത്തിന്റെ ഊട്ടി. അപ്പൊ നമ്മളൊരു പോയിന്റ് പഠിച്ചത് മലബാറിന്റെ ഊട്ടി വയനാട്. മലബാറിന്റെ ഊട്ടി എന്താണ്? വയനാട്. കോഴിക്കോട് ജില്ലയിലെ വയനാട്. ഓക്കെ.
ഇത്രയും പോയിന്റ് കിട്ടിയെന്ന് നോക്കിയേ. 1934 ഹരിജൻ ഫണ്ടിലേക്കായി തന്റെ സ്വർണ്ണാഭരണങ്ങൾ ഗാന്ധിജിക്ക് ഊരി കൊടുത്ത വ്യക്തി ആരാണ്? കൗമുദി ടീച്ചർ. അവരെ കുറിച്ച് ഗാന്ധിജി തന്റെ ഹരിജൻ എന്ന പത്രത്തിൽ എഴുതിയ എന്താണ് ലേഖനം എന്താണ്? കൗമുദിക്ക് ത്യാഗ്. അടുത്തത് വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പരാമർശിച്ചിട്ടുള്ള പുഴ കോരപ്പുഴ. മലബാർ മാനുവൽ പ്രസിദ്ധീകരിച്ച വർഷം 1887. OV വിജയന്റെ ഗുരുസാഗരത്തിൽ തൂതപ്പുഴ പാലക്കാട്. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അരുന്ധതി റോയിയുടെ ഏതാണ്? കോട്ടയം ജില്ലയിലെ മീനച്ചില. ഇന്ന് ലേഖ അച്ചടിച്ച പ്രസ് ഏതാണ്? സ്പെക്ടേറ്റർ പ്രസ് കോഴിക്കോട്. ക്വിറ്റ് ഇന്ത്യ സമരാനുകൂലികൾ കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിച്ച രഹസ്യ പത്രിക ഏതാണ്? സ്വതന്ത്ര ഭാരതം. കേരള ഗാന്ധി കേളപ്പൻ മ്യൂസിയം പത്തനാപുരം കോഴിക്കോട്. മലബാറിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? വയനാട്. പിന്നെ മലബാർ വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം എന്നൊരു സ്ഥലം പറഞ്ഞിരുന്നു നേരത്തെ, പെരുവണ്ണാമൂഴി. അപ്പൊ ഞാൻ പറഞ്ഞു ലാസ്റ്റ് പറയാന്ന് പറഞ്ഞില്ലേ. മലബാർ വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേരാണ് കക്കയം വന്യജീവി സങ്കേതം. ഇത് 2010 നിലവിൽ വന്നത്. കേരളത്തിലെ 16ാമത്തെ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ 16ാമത്തെ വന്യജീവി സങ്കേതമാണ് മലബാർ വന്യജീവി സങ്കേതം അല്ലെങ്കിൽ കക്കയം വന്യജീവി സങ്കേതം. ഇത് 2010 നിലവിൽ വന്നത്. അപ്പൊ കോഴിക്കോട് ജില്ലയുടെ ഇന്നത്തെ എടുത്ത പോയിന്റുകൾ എല്ലാവരും ഫോളോ ചെയ്തെന്ന് കരുതുന്നു. കുറെ കൂടി ഉണ്ട്. അവിടെ പ്രധാനപ്പെട്ട വ്യക്തികളുണ്ട്, പിന്നെ പ്രധാനപ്പെട്ട ആകർഷണ കേന്ദ്രങ്ങളുണ്ട്, പിന്നെ അവിടെ നിന്ന് അച്ചടിച്ച പ്രധാനപ്പെട്ട പത്രങ്ങൾ, അങ്ങനെ കുറച്ചുകൂടെ പോയിന്റുകളുണ്ട്. നാളത്തെ ഒരു ക്ലാസ്സോടുകൂടി കോഴിക്കോട് ജില്ല കംപ്ലീറ്റ് ആകും. ഒരു ക്ലാസ് വേണ്ടിയല്ലോ, ഒരു സെഷനോടുകൂടി കംപ്ലീറ്റ് ആവുമെന്ന് കരുതുന്നു. പിന്നെ അടുത്ത സെഷനിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത സെഷനിലല്ല, അടുത്ത ക്ലാസ്സിൽ കാണാം.